അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങൾ വൈകിട്ടത്തേക്കുള്ള ഫുഡിനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ഇന്ന് കറ്റാനത്തൊക്കെ പോയിട്ട് വന്നപ്പം ഒരു കവർ പച്ചക്കറി കിറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് വിധു ഇവിടെ ഇരുന്ന് അരിവാണ്. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് പ്ലാന്. അപ്പോൾ ഞാനും കൂടെ അടുത്തൊക്കെ ചെന്നിരുന്ന് ഇങ്ങനെ അവിയലിന് തയ്യാറെടുക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ഒരു വഴുതനങ്ങ ഇങ്ങനെ കണ്ടിച്ച് നോക്കിയപ്പം അതിനകത്ത് ഒരു പുഴു വന്നത്. കാരണം ഇത് എപ്പോഴും ഇങ്ങനെ ഇതിനകത്ത് പുഴു കാണും. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് അതിനകത്ത് പുഴുവൊന്നും കാണത്തില്ല. പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ അരിഞ്ഞിട്ടില്ലെങ്കിൽ അതിനകത്ത് പുഴുവും കൂടി ഇങ്ങനെ അരിഞ്ഞു പോകും. വഴുതനങ്ങ വെണ്ടയ്ക്ക ഇത് രണ്ടിനകത്ത് എപ്പോഴും ഇങ്ങനെ പുഴു കാണും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അവിയലിന് തയ്യാറെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ രാത്രിയിൽ ഒരു 7 മണിയായി കാണും. പക്ഷെ നല്ല ഇരുട്ടാണ്. അമ്മ ഇവിടെ ഇരുന്ന് തേങ്ങ ഇങ്ങനെ ചിരവിക്കൊണ്ടിരിക്കുകയാണ് അവിയലിനായിട്ട്. ഈ പുറത്തടുപ്പിലാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മഴ പെയ്ത് ഈ വിറകെല്ലാം നനഞ്ഞിരിക്കുക. അപ്പോൾ അത് പുകഞ്ഞായിരിക്കും ഇങ്ങനെ കത്തുന്നത്. നമുക്ക് ഇന്ന് ഗ്യാസ് വരും നാളെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. കാരണം കുറേ ദിവസമായി ഇപ്പം ബുക്ക് ചെയ്തിട്ട്. നമ്മൾ വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞത് ഇതുവരെ ആയിട്ടില്ല, നാളെ OTP വരും, അപ്പോഴേ വരുത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. നേരത്തെയൊക്കെ ബുക്ക് ചെയ്താൽ നമുക്ക് അവിടെ ചെന്ന് എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം പക്ഷേ അങ്ങനെ പറ്റുന്നില്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളിതാ മോര് കാച്ചുകയാണ്. അവിയലും വെച്ച് മോരും കാച്ചുകയെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് കഴിക്കാനുള്ളത്. നല്ല മോരാണ്. ഇവിടെ എല്ലാവർക്കും മോര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളത് കാച്ചിയിട്ട് ഭയങ്കര ചൂടാണ്, അവിടെ നിൽക്കാനേ പറ്റത്തില്ല. കാരണം ഈ ശ്വാസം മുട്ടലും പുകയൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് പൊടി അടിച്ച് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ ഇവിടെ കഞ്ഞി മാത്രമേ വെക്കാറുള്ളൂ. അങ്ങനെ ബാക്കിയൊക്കെ അകത്തെ അടുപ്പിലാണ് നമ്മൾ വെക്കാറുള്ളത്. അങ്ങനെ വിധു മോരൊക്കെ റെഡിയാക്കി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പാചകം ഇവിടെ കഴിഞ്ഞു. ഇന്നത്തെ കിച്ചൺ ഇവിടെ ക്ലോസ് ചെയ്തു. ഞങ്ങളിത് അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ. ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.